നമ്മൾ പറഞ്ഞു പോകണം എന്ന് തന്നെയാണല്ലോ ബി.ജെ.പിക്ക് വേണ്ടി ഉള്ള PR വർക്ക് ഏറ്റെടുത്ത മാധ്യമങ്ങളാണ് PR വർക്കിനെ കുറിച്ച് പറയുന്നത്. ടി.ജി. മോഹൻദാസ് ഇപ്പോൾ രണ്ടാമെന്ന് പറഞ്ഞാൽ ശബരിമല യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട സമരങ്ങൾക്കിടയ്ക്ക് സാധാരണ ചർച്ചയിൽ നിന്ന് തീർത്തും അപ്രത്യക്ഷമായി നിന്ന ടി.ജി. മോഹൻദാസ് R.V. ബാബുവിനെ പോലെയുള്ളവരെ ഇപ്പോൾ തിരിച്ച് ചർച്ചയിലേക്ക് വരികയാണ്. ഇവരെ യഥാർത്ഥ അഭിപ്രായം ഇന്നതായിരുന്നു എന്ന് പറയാതെ മാധ്യമങ്ങൾ സംരക്ഷിച്ച ഒരു കഥയുണ്ട്. ഈ കഥയെക്കുറിച്ച് പറയണം, കേൾക്കണം, അറിയണം. ഒരു കാര്യം ഞാൻ പറയാം. കുറേ ദിവസങ്ങളായിട്ടുള്ള ഏർപ്പാടാണ് ഈ മൈനോറിറ്റി ജഡ്ജ്മെന്റ് ചർച്ച ചെയ്യുക. മൈനോറിറ്റി ജഡ്ജ്മെന്റ് ഈസ് നോട്ട് ലീഗലി വാലിഡ്. യു ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡിസ്കസിംഗ് മൈനോറിറ്റി? ലീഗലി വാലിഡ് അല്ല. അത് മാറ്റി വയ്ക്കുക. അതൊരു അഭിപ്രായം, അത് അവിടെ റെക്കോർഡിൽ കിടക്കും. മൈനോറിറ്റി ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് ഒരു പ്രസിഡന്റ് ആയിട്ട് എവിടെയെങ്കിലും കോട്ട് ചെയ്യാൻ പറ്റുമോ? അടുത്തൊരു കേസിൽ സാർ ഇന്ദു മൽഹോത്രയുടെ ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടെന്ന് നൗ വാട്ട് റിമൈൻസ് ഈസ് ശബരിമലയിലെ ഫാക്ട് ഒരുപാട് പേര്, ചിലരൊക്കെ അറിഞ്ഞും ചിലരെ അറിയാതെയും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്തോ സഹസ്രാബ്ദങ്ങളായിട്ട് അവിടെ സ്ത്രീകൾ കയറിയിരുന്നില്ല എന്നിവർ ധരിക്കുന്നു. അത് തെറ്റാണ്. സ്ത്രീകൾ കയറിയിരുന്നു. ദുർഘടം പിടിച്ച സ്ഥലമായതുകൊണ്ട് എണ്ണത്തിൽ കുറവായിരുന്നു. ഇതാണ് സത്യം. ഇത് കഴിഞ്ഞിട്ട് ഈ പണ്ട് ശബരിമലയിൽ കൊടിമരമില്ല, കൊടിമരം വന്നു. കൊടിമരം വന്നു കഴിഞ്ഞിട്ട് മലയാള മാസം 1-ാം തീയതി കൂടെ നട തുറക്കാൻ തീരുമാനിച്ചു. അതുവരെ തുറന്നിരുന്നില്ല. മണ്ഡലം മകരവിളക്ക് 2 സീസണിൽ മാത്രം തുറക്കുന്ന ക്ഷേത്രം കാനന ക്ഷേത്രമായിരുന്നു ശബരിമലയിൽ. മലയാള മാസം 1-ാം തീയതി തുറക്കാൻ തുടങ്ങി. അതിപ്പോൾ മലയാളം മാസം 1-ാം തീയതി +5 മൊത്തം 6 ദിവസം തുറന്നു വയ്ക്കാൻ തുടങ്ങി. മലയാള മാസം 1-ാം തീയതി തുറക്കാൻ തുടങ്ങിയപ്പോൾ ഒരു വ്രതവും ഇല്ലാതെ എല്ലാവരും കയറി, കൂടെ സ്ത്രീകളും കയറി. ഈ സിസ്റ്റം 84-85 ഈ കൊടിമരം വെച്ചതിന് ശേഷം മലയാള മാസം 1-ാം തീയതി തുറന്ന വർഷം മുതൽ ഇത് തുടങ്ങി. 91-ൽ ഒരാൾ ഒരു കത്തയക്കുന്നു ഹൈക്കോടതിക്ക്, മഹേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ചങ്ങനാശ്ശേരിക്കാരനോ മറ്റോ, ഈ പ്രാക്ടീസും കൂടെ നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കത്ത് റിട്ടാക്കി മാറ്റിയിട്ടാണ് ജസ്റ്റിസ് ബാലനാരായണ മാരാരുടെ വിധി. ജസ്റ്റിസ് പരിപൂർണൻ സീനിയർ ആണെങ്കിലും അദ്ദേഹം പുറകിലിരിക്കുകയായിരുന്നു എല്ലാ അർത്ഥത്തിലും. ജസ്റ്റിസ് ബാലനാരായണ മാരാർ ഈ ജഡ്ജ്മെൻറ്റ് എഴുതി. ആ ജഡ്ജ്മെൻറ്റിൽ അന്നത്തെ ദേവസ്വം കമ്മീഷണർ ചന്ദ്രിക പറയുന്നുണ്ട്, മലയാള മാസം 1-ാം തീയതി അവിടെ ചോറൂണ് നടക്കുന്നു, എല്ലാ സ്ത്രീകളും വരുന്നുണ്ട്. 100 കണക്കിന് രസീതും അവർ ഹാജരാക്കി. അവരുടെ മകൾക്ക് ചോറൂണ് കൊടുത്തു. അതിൻ്റെ ഫോട്ടോ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. അവർ പറഞ്ഞു, എൻ്റെ മകളെ മാത്രമായിട്ട് ഞാൻ മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. അവൾ വന്നു, അവളുടെയും 8 വർഷം തപസ്സിരുന്നിട്ടാണ് ആ കുട്ടിക്ക് ഒരു കുട്ടിയുണ്ടായത്. അപ്പോൾ അത് അയ്യപ്പന് മുമ്പിൽ ചോറൂണ് കൊടുക്കാനുള്ള വഴിപാടാണ്, ശരി വരട്ടെ വന്നു. അതിനും രസീത് കൊടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഓൾ ദീസ് ഫാക്ട്സ് ആർ ഇൻ ഫ്രണ്ട് ഓഫ് യു. വൺസ് അപ്പോൺ എ ടൈം അറ്റ്ലീസ്റ്റ് ലിമിറ്റഡ് നമ്പേഴ്സ്, കുറഞ്ഞ എണ്ണത്തിലാണെങ്കിലും സ്ത്രീകൾ കയറിക്കൊണ്ടിരുന്നു. ഈ 91-ലെ ജഡ്ജ്മെൻറ്റിലാണ് ഈ നൈഷ്ഠിക ബ്രഹ്മചാരി എന്നുള്ള വാദം വളരെ വലുതായത്. നൈഷ്ഠിക ബ്രഹ്മചാരി ഹനുമാൻ്റെ അത്രയും വലിയ നൈഷ്ഠിക ബ്രഹ്മചാരി ഉണ്ടോ? നൈഷ്ഠിക ബ്രഹ്മചാരിക്ക് സ്ത്രീകൾ തൻ്റെ അടുത്ത് വന്നാലോ ദൂരെ പോയാലോ ഒന്നും യാതൊരു കുലുക്കവുമില്ല, ഉണ്ടാവുകയുമില്ല. അത് അയ്യപ്പനാണെങ്കിലും ആരാണെങ്കിലും. ഇനി ആണെന്ന് തന്നെ വയ്ക്കുക, അയ്യപ്പൻ്റെ തൊട്ടടുത്തല്ലേ മാളികപ്പുറത്തമ്മ? അതൊരു സ്ത്രീ സാന്നിധ്യമല്ലേ? എറ്റേണൽ സ്ത്രീ സാന്നിധ്യം മാളികപ്പുറത്തമ്മ. ശരി, ഇതൊക്കെ ഇരിക്കുന്നു. സ്ത്രീകളെ പ്രവേശനമില്ല. അവരെ പമ്പയിൽ തടയുന്നത് എന്തിനാ? നിങ്ങൾ 18-ാം പടിയിൽ തടഞ്ഞോളൂ. 18-ാം പടിയുടെ വാതിൽ കൂടെ അവർ മാളികപ്പുറത്തമ്മയെ തൊഴുതിട്ട് പോട്ടെ. പിന്നെ അവിടെ കൊച്ചുകെടുത്ത വലിയ കെടുത്തൊക്കെ ഉണ്ട്, അവിടെയൊക്കെ തൊഴുതിട്ട് അവർ പൊക്കോട്ടെ. ഇല്ല, കിലോമീറ്ററുകൾ ദൂരെ നീലിമലയുടെ താഴെ പമ്പയിൽ തടയുന്നു. എന്താ കാര്യം? ഇതൊക്കെ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഈ സാധനം കൈവിട്ട് പോയി. വാസ്തവത്തിൽ കോടതി വിധി എൻ്റെയൊക്കെ സ്റ്റാൻഡിന് അനുകൂലമാണെങ്കിലും ആ വിധിയിലേക്ക് എത്താൻ അവരെത്തിയ വഴി അല്പം ഡേഞ്ചറസ് ആണ് എന്ന് ഞാനും വിചാരിക്കുന്നു. ചരിത്രം ഓർക്കാനും പറയാനുള്ളതാണ്. ഇതിവിടെ കിടക്കട്ടെ, നാളെ എന്തെങ്കിലും ആവശ്യം വരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.